കുട്ടികളുടെ അലർജി ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. കാരണം എൻ്റെ വീട്ടിലും അലർജിയുടെ ഒരു ഒരു കൊട്ടാരം തന്നെയാണെന്ന് പറയും. എപ്പോൾ നോക്കിയാലും അലർജി റിലേറ്റഡ് എന്തെങ്കിലും അസുഖം എൻ്റെ വീട്ടിലുണ്ടാകുന്നു. എന്തുകൊണ്ടായിരിക്കും ഡോക്ടറെ ഈ കുട്ടികൾക്ക് ഇത്ര അലർജി വരാനുള്ള കാരണം എന്തായിരിക്കും? അലർജി എന്ന് പറയുമ്പോൾ ഒരു ജനറ്റിക് ആയിട്ട്, അതായത് ജനറ്റിക്കലി റൺ ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു പൊല്യൂഷൻ പൊല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് അലർജി കൂടിക്കൂടി വരും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒരു 10 years ബാക്കുള്ള ഒരു ലൈഫ് സ്റ്റൈലല്ല ഇപ്പോൾ ഉള്ള ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സാണ് ഈ അലർജി ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു റീസൺ. അതായത് ഇപ്പോൾ ഓരോ സിറ്റീസ്, ഇപ്പോൾ എക്സാമ്പിൾ ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ഇപ്പോൾ കൊച്ചിൻ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ഇയേഴ്സ് കൂടുന്നതിനനുസരിച്ച് പൊല്യൂഷൻ കൂടുന്നു. അപ്പോൾ ഈ പൊല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് ഈ ഡീസൽ എക്സോസ് പാർട്ടിക്കിൾസ് അലർജൻസിനെ എളുപ്പത്തിൽ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ റെസ്പിറേറ്ററി അലർജീസ് കൂടിക്കൂടി വരും. അതുപോലെ തന്നെ ഈ ഫുഡ് അലർജീസിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ മേ ബി ഒരു 20-30 years ബാക്ക് നമ്മൾ ഈ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യുന്ന ഫുഡ്, അതുപോലെ ഈ ഇപ്പോൾ മയണീസ്, പീനട്ട് ബട്ടർ, ചോക്ലേറ്റ്സ്, അതെല്ലാം കമ്പാരിറ്റീവ്ലി ലെസ്സാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, കുറച്ചും കൂടെ ഒരു പ്രിസർവേറ്റീവ്സ് ഉള്ള ഫുഡ്സ് കൂടുതലാണ്, ജങ്ക് ഫുഡ്സ് കൂടുതലാണ്. അതിനനുസരിച്ച് അലർജീസും കൂടുതലാണ്. ഇപ്പം അലർജിയുടെ കേസ് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഡോക്ടർ കൂടുതലും ഞാൻ അന്ന് വന്നപ്പോൾ കണ്ട് പല അലർജിയുള്ള കുട്ടികളെ ട്രീറ്റ്. അപ്പോൾ എനിക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പാരൻറ്റിന്, ഒരു മാതാവിനോ പിതാവിനോ അലർജി ഉള്ളതാണെന്നെങ്കിൽ അത് കുട്ടിയിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? അതെ, അതായത് ഇപ്പോൾ ഉമ്മക്കും ഉപ്പക്കും രണ്ടുപേർക്കും അലർജി ഉണ്ടെങ്കിൽ 60% ചാൻസ് ഉണ്ട് കുട്ടിക്ക് അലർജി വരാനുള്ള. അതിൽ ഒരാൾക്ക് മാത്രമാണെങ്കിൽ ഒരു 50% ചാൻസ്. അത് ഇപ്പോൾ ഒരു ബർത്ത് തൊട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ചിലപ്പോൾ സ്കിന്നിൽ ചെറിയ റാഷസ് ആയിട്ട് കാണാം. മേ ബി ചില കുട്ടികൾക്ക് അത് ഫുഡ് അലർജി, അതായത് പാല് കൊടുക്കുമ്പോൾ ചില ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എഗ്ഗ് കൊടുക്കുമ്പോൾ കുറഞ്ഞ ബുദ്ധിമുട്ടുകൾ. അത് ലേറ്റർ ഓൺ മേ ബി ഒരു 1 year 2 year ഒക്കെ ആകുമ്പോൾ ഒരു വിട്ടുമാറാത്തൊരു ജലദോഷം, അതായത് സാധാരണ കുട്ടികൾക്ക് ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് എപ്പോഴും ജലദോഷം ഉണ്ടാവുക. അതുപോലെ മൂക്കടപ്പ്, ഇതൊന്നും പാരൻസ് നോട്ടീസ് ചെയ്യാണ്ട് പോകുന്നത് ഒരുപാടുണ്ട്. അത് നോട്ടീസ് ചെയ്യാണ്ട് പോയിട്ട് ലേറ്റർ ഓൺ ഒരു കോഫ്, അത് കഴിഞ്ഞ് ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, അങ്ങനെ ആസ്മയിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് വളരെയധികം കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പം നമുക്ക് ആക്ച്വലി ഈ ഒരു ജലദോഷം മൂക്കടപ്പൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അത് അലർജി ആണെങ്കിൽ അതെന്തുകൊണ്ടാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഈ ആസ്മയിലേക്കൊക്കെ പ്രോഗ്രസ് ചെയ്യുന്നത് നമുക്കൊരു പരിധി വരെ തടയാൻ കഴിയും.